വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട അലസാൻഡ്രീന ദ കോസ്റ്റെ. 13 വർഷം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ചാണ് വാഴ്ത്തപ്പെട്ട അലക്സാൻഡ്രീന ജീവിച്ചത്. വെള്ളമില്ലാതെ ഒരു ആഴ്ച പോലും അതിജീവിക്കാൻ ഒരു മനുഷ്യനോ കഴിയുമോ എന്നത് ചിന്തിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. 1904 മാർച്ച് 30 പോർച്ചുഗലിലെ ബലസാറിൽ വാഴ്ത്തപ്പെട്ട അലക്സാൻഡ്രീന ജനിച്ചത്. അമ്മയിൽ നിന്നും സഹോദരിയിൽ നിന്നുമാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ആഴപ്പെടാൻ അവൾ പഠിച്ചത്. ചെറുപ്പം മുതലേ തന്നെ എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു അവൾ. കുടുംബത്തിന് വേണ്ടി വയലുകളിൽ ദീർഘനേരം കഠിനാധ്വാനം ചെയ്യാനും അവൾക്ക് യാതൊരുവിധ മടിയുമില്ലായിരുന്നു. അലക്സാൻഡ്രീനയ്ക്ക് 14 വയസ്സുള്ളപ്പോഴാണ് അവളെ ശാരീരികമായും മാനസികമായും തകർത്ത ആ ദാരുണ സംഭവം നടക്കുന്നത്. 1918 ദുഃഖ ശനിയാഴ്ച അലക്സാൻഡ്രീനായും സഹോദരിയായ ഡിയോലിന്റെയും ഒരു യുവാവും തയ്യൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3 പുരുഷന്മാർ അവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും അവരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവളുടെ പരിശുദ്ധി നിലനിർത്താൻ അലക്സാൻഡ്രീന 4 മീറ്റർ ഉയരത്തിലുള്ള ജനാലിൽ നിന്ന് നിലത്തേക്ക് ചാടി. വീഴ്ചയിൽ അവൾക്ക് നിരവധി പരിക്കുകൾ പറ്റിയിരുന്നു. അവളെ ചികിത്സിച്ച ഡോക്ടർമാർ അവളുടെ അവസ്ഥ ഒരിക്കലും മാറില്ലെന്നും അവളുടെ പക്ഷാഘാതം കൂടുതൽ വഷളാകുമെന്ന് വിധിയെഴുതി. തന്റെ വേദനകൾക്കിടയിലും 19 വയസ്സ് വരെ അലക്സാൻഡ്രീന സ്വയം നിലത്തിഴിഞ്ഞ് പള്ളിയിൽ കുർബാനയ്ക്ക് പോയിരുന്നത് ഇടവകയിലുള്ളവരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്നാൽ പക്ഷാഘാതവും വേദനയും വർദ്ധിച്ചതിനെ തുടർന്ന് അവൾ പൂർണ്ണമായും കിടപ്പുരോഗിയായി. വേദനയ്ക്കിടയിലും നിരാശയാകാതെ സുഖം പ്രാപിച്ചാൽ സന്യാസം സ്വീകരിക്കാമെന്നും പരിശുദ്ധ അമ്മയുടെ അത്ഭുത രോഗശാന്തിക്കായും അവൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പതിയെ അവൾ മനസ്സിലാക്കി തുടങ്ങി സഹനമാണ് തന്റെ വഴിയെന്ന്. അങ്ങനെ സഹനം അവൾ സന്തോഷത്തോടെ സ്വീകരിക്കാനും തുടങ്ങി. 1938 ഒക്ടോബർ 3 മുതൽ 1942 മാർച്ച് 24 വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഈശോയുടെ പീഡാസഹനത്തിന്റെ വേദനകൾ 3 മണിക്കൂറോളം അവളുടെ ശരീരത്തിൽ അനുഭവപ്പെട്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ 3 മണിക്കൂറുകളിൽ അവളുടെ ശരീരത്തിൽ പക്ഷാഘാതം അനുഭവപ്പെട്ടിരുന്നില്ല. കൂടാതെ അവൾ നിരന്തരം പൈശാചികമായി ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. 1942 മാർച്ച് 27 മുതൽ അവൾ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ചു ജീവിക്കാൻ തുടങ്ങി. മറ്റു തരത്തിലുള്ള ഭക്ഷണവും അവൾ കഴിച്ചിരുന്നില്ല. 33 കിലോഗ്രാം മാത്രമായിരുന്നു അന്ന് അവളുടെ ഭാരം. ഡോക്ടർമാർ വരെ അവളുടെ ജീവിതം കണ്ട് അത്ഭുതപ്പെട്ടു. 1955 ഒക്ടോബർ 13 ആണ് അലക്സാൻഡ്രീന നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. അവളുടെ അവസാന വാക്കുകൾ സ്വർഗത്തിലേക്ക് പോകുന്നതിൽ ഞാൻ സന്തുഷ്ടിയാണ് എന്നായിരുന്നു. 2004 ഏപ്രിൽ 26 ജോൺ പോൾ II മാർപ്പാപ്പ ആണ് അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്.